നമസ്കാരം, ബസേറ ചാനലിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ഒരു ടീ കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വൈകിട്ടത്തെ ചായയ്ക്കോ ഗസ്റ്റുകൾ വരുമ്പോൾ കൊടുക്കാനോ ഒരു നല്ല സ്നാക്കാണ്. കുട്ടികൾക്കാവുമ്പോൾ 2 പീസ് കൂടുതൽ കൊടുത്തോളൂ. ആദ്യമായി പാൻ റെഡിയാക്കാം. ഈ പാൻ്റെ ഡയമീറ്റർ താഴെ 8 ഇഞ്ചും മേലെ 9 ഇഞ്ചുമാണ്. 1.5 ഇഞ്ച് പൊക്കം. ഒരു 780 ഗ്രാംസ് വരുന്ന കേക്ക് ഉണ്ടാക്കാം. ഇതൊരു നോൺ സ്റ്റിക്ക് പാനാണ്, എന്നാലും പാച്ച്മെൻറ്റ് പേപ്പർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എടുക്കാൻ എളുപ്പമാണ്. പാനിൻ്റെ വലുപ്പത്തിൽ ഒരു സ്ക്വയർ പേപ്പർ കട്ട് ചെയ്യുക. 4 മടക്ക് കഴിയുമ്പോൾ റേഡിയസ് നോക്കി കട്ട് ചെയ്യുക. പാൻ ഗ്രീസ് ചെയ്യുക. മിനുസുള്ള സൈഡ് മേലെ വരണം. മേലെയും ഗ്രീസ് ചെയ്ത് മാറ്റി വയ്ക്കുക. അപ്പോൾ നമുക്ക് ഈ സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ടീ കേക്ക് ഉണ്ടാക്കാം. റെസിപ്പി ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. കേക്കിന് ആവശ്യമുള്ള എല്ലാ ഐറ്റംസും റെഡിയാക്കി കഴിഞ്ഞിട്ട് തുടങ്ങാവൂ. ഇൻഗ്രീഡിയൻസ് ഒക്കെ റൂം ടെമ്പറേച്ചറിലായിരിക്കണം. 200 ഗ്രാം മൈദയിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂണിലും കുറച്ച് കുറവായിട്ട് ബേക്കിംഗ് സോഡ, 1 നുള്ള് ഉപ്പ്. ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സാക്കി മാറ്റി വയ്ക്കും. ഇതിൽ നിന്ന് 1 മുട്ടയുടെ വെള്ള നേരത്തെ സെപ്പറേറ്റ് ചെയ്ത് വയ്ക്കും. കട്ടിയുള്ള തൈരും വേണം. പുളിയുള്ള തൈര് നല്ലതാണ്. പഞ്ചസാര 123 ഗ്രാംസ്. ഈ കേക്ക് മിൽക്ക് ക്രീം വെച്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓരോ ദിവസത്തെ മിൽക്ക് ക്രീം ഫ്രീസറിൽ സ്റ്റോക്ക് ചെയ്യാം. ഫ്രീസറിൽ നിന്നെടുത്ത് തണുപ്പ് മാറ്റി ഉപയോഗിക്കാം. ഇങ്ങനെ എടുക്കുന്ന മിൽക്ക് ക്രീമിൽ പാലിൻ്റെ അംശവും കാണും. 175 ഗ്രാംസ് മിൽക്ക് ക്രീം, 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ. ക്രീം 1 മിനിറ്റ് ബീറ്റ്സ് ചെയ്തതിന് ശേഷം ഒരു 2 തവണയായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. 3-4 മിനിറ്റോളം നല്ലപോലെ മിക്സ് ആവണം. ഇതിനിടയ്ക്ക് അവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വയ്ക്കാം. 170 to 180 ഡിഗ്രി സെൽഷ്യസ് 10 മിനിറ്റ്. ഇനി ഓരോന്നായിട്ട് മുട്ട ചേർത്ത് 1 മിനിറ്റ് അടിച്ചു കൊടുക്കുക. മുട്ടയുടെ വെള്ളം ചേർത്ത് മിക്സ് ആക്കുക. ഡ്രൈ ഇൻഗ്രീഡിയൻസ് 2-3 തവണയായിട്ട് സിഫ്റ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഇനി അങ്ങോട്ട് സ്പാച്ചുല വെച്ച് മിക്സ് ചെയ്താൽ മതി. ഓവർ മിക്സിംഗ് വേണ്ട. 1 ടീസ്പൂൺ വാനില എസൻസ്, അവസാനമായി 4-5 ടേബിൾ സ്പൂൺ കട്ടിയുള്ള തൈര്. മാവിൻ്റെ കട്ടി അനുസരിച്ച് പെട്ടെന്ന് മിക്സ് ചെയ്ത് ബേക്ക് ചെയ്യാൻ വയ്ക്കുക. ഗ്രീസ് ചെയ്ത പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ലെവലാക്കി കൊടുക്കുക. ഒരു ചെറിയ കോലുപയോഗിച്ച് എയർ ബബിൾസ് കളയുക. 2-3 പ്രാവശ്യം തട്ടിക്കൊടുത്തതിന് ശേഷം അവനിലേക്ക് വയ്ക്കാം. അവൻ്റെ നടുക്കായിട്ട് വെച്ച് കൊടുക്കണം. ഈ കേക്ക് 180 ഡിഗ്രി സെൽഷ്യസ് 30 മിനിറ്റിൽ റെഡി ആവാറുണ്ട്. കേക്ക് വെന്തോന്നറിയാൻ കേക്കിൻ്റെ നടുഭാഗത്ത് ഒരു കോല് കുത്തി നോക്കുക. കോലുമ്മ മാവൊന്നും ഒട്ടിപ്പിടിക്കാണ്ട് ഡ്രൈ ആയിട്ട് പുറത്ത് വരും. അപ്പോൾ പുറത്തെടുക്കാം. നല്ലപോലെ തണുത്തതിന് ശേഷം പാനിൽ നിന്ന് കേക്ക് വിടിയിച്ചെടുക്കുക. പാച്ച്മെൻറ്റ് പേപ്പറും മാറ്റാം.
അപ്പം നമ്മുടെ ടീ കേക്ക് റെഡി. ഇഷ്ടമുള്ള രീതിയിൽ സ്ലൈസ് ചെയ്ത് എടുക്കാം. നല്ല റിച്ച്, സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി കേക്കാണ്. ട്രൈ ചെയ്താലേ അറിയൂ. ഈ കേക്ക് ഇഷ്ടപ്പെടുന്ന വേറെ കുറേ കൂട്ടരും ഉണ്ട്. ഈ പാച്ച്മെൻറ്റ് പേപ്പറിന്മേ ഉള്ള കേക്ക് ക്രംസ് തിന്നാൻ എത്ര പേരാണ് എത്തിയിട്ടുള്ളത്? അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.